നമസ്കാരം. കുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസ ഇന്റർനെറ്റ് കീഴടക്കി. ഇപ്പോൾ ഈ മൊണാലിസയെ പറ്റി CPM നേതാവ് M സ്വരാജ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ച സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതായത് അക്ഷരോത്സവത്തിൽ പ്രതിനിധിയായി CPM നേതാവ് M സ്വരാജും പങ്കെടുത്തിരുന്നു. നിരവധി പേരെ സാക്ഷിയാക്കി മൊണാലിസയെ പറ്റി, അവരുടെ നാടിനെ പറ്റി M സ്വരാജ് വാചാലനായി. മൊണാലിസയുടെ നാട്ടിൽ സ്കൂളുകളില്ല എന്നായിരുന്നു M സ്വരാജിന്റെ കണ്ടെത്തൽ. മൊണാലിസയുടെ നാടിനെ കേരളവുമായി സാമ്യപ്പെടുത്തിയപ്പോൾ കേട്ടുനിന്നവർ കൈയടിച്ചു, പലരും നെറ്റിച്ചുളിച്ചു. കേരളത്തെ സാമ്യപ്പെടുത്തി ആ നാടിനെ ചിലർ വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ എപ്പോഴും കള്ളങ്ങൾ മാത്രം പറയുന്ന M സ്വരാജിന്റെ അടുത്ത കള്ളവും പൊളിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. കള്ളം ചെയ്യുന്നവരെ മാത്രമല്ല, കള്ളം പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും കള്ളന്മാർ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരെ വിഷയത്തിലേക്ക് പോകാം. മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയാണ് മൊണാലിസയുടെ നാട്. ഖർഗോൺ ജില്ലയിൽ മാത്രം 6 സെൻട്രൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രൽ സ്കൂൾ ബർവാഹും, സെൻട്രൽ സ്കൂൾ ഖർഗോണും, സെൻട്രൽ സ്കൂൾ കസ്രാവാദും, ഏകലവ്യ ഐഡിയൽ റെസിഡൻഷ്യൽ സ്കൂൾ ഖർഗോണും, ജവഹർ നവോദയ വിദ്യാലയ ജുനാപാനി സനാവാദും, ദേവി അഹിലിയ ഗവൺമെന്റ് എക്സലൻസ് HSS കാഗോൺ എന്നിവയാണ്. ഇനി കേരളത്തിൽ അവരവരുടെ ജില്ലയിൽ എത്ര സെൻട്രൽ സ്കൂളുകൾ വീതമുണ്ടെന്ന് സ്വയം അന്വേഷിക്കുക. അതേസമയം ഈ ഖർഗോൺ ജില്ലയെ 9 ബ്ലോക്കുകളാക്കി വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് ബദ്വാഹയാണ്. ഈ ബ്ലോക്കിൽ തന്നെ 14 ക്ലസ്റ്ററുകളാണ് ഉള്ളതും. അങ്ങനെ ഈ ക്ലസ്റ്ററിൽ മാത്രം ആകെ മൊത്തം എടുത്താൽ 680 സ്കൂളുകളാണ് ബദ്വാഹ ബ്ലോക്കിൽ മാത്രമായി ഉള്ളത്. അങ്ങനെ ഇനിയും 8 ബ്ലോക്കുകളും 100 കണക്കിന് ക്ലസ്റ്ററുകളുമുണ്ട്. അവിടെയൊക്കെയായി 5000-ലധികം സ്കൂളുകളും പ്രവർത്തിക്കുന്നു. കൂടാതെ 40-ലധികം CBSE സ്കൂളുകളും ഇവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ സ്വരാജ് ഏത് മൊണാലിസയുടെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാം. അധ്വാനിച്ച് ജീവിക്കാൻ അധികം വിദ്യാഭ്യാസമൊന്നും വേണമെന്നൊന്നുമില്ല. മാല വിൽക്കുന്നവരായാലും, പൂവ് വിൽക്കുന്നവരായാലും, ഓട വൃത്തിയാക്കുന്നവരായാലും, ഈ സമൂഹത്തിൽ എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കായാലും അതിൽ അവർക്ക് അഭിമാനമുണ്ട്, അതിൻ്റെതായ മാന്യതയുമുണ്ട്. കാരണം അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കണക്ക് പറഞ്ഞു വരുന്ന, സ്വയം അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം വർഷങ്ങളോളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച് സ്വർഗമാക്കിയ ബംഗാളിലെ സ്കൂളുകളുടെ എണ്ണം കൊണ്ടാണല്ലോ അവരൊക്കെ പഠിച്ച് IAS എടുത്ത് നമ്മുടെ കേരളത്തിലടക്കം വന്ന് പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നതും വാർക്കപ്പണിയും തേപ്പ് പണിയുമായി കഴിയുന്നതും. കേരളത്തിലെ അതേ വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും നിറകുടങ്ങൾ തന്നെയാണ് ഇതുവരെ പഠിച്ച് IAS എടുത്ത് ആൺപെൺ വിദ്യാഭ്യാസമില്ലാതെ ഇന്ന് മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവന്ന് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ട് സ്വരാജെ, ഈ വിദ്യാഭ്യാസം, സംസ്കാരം, തൊഴിൽ എന്നിവ നാടിന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന സത്യം ആദ്യമൊന്ന് മനസ്സിലാക്കുക.